കേസിന്റെ ഒക്കെ എന്തോ കേസൊക്കെ അത് ശരി. അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള റീസെന്റ് ഉടായിപ്പ് തന്നെ. എനിക്കിപ്പോ 0 ആണ്. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അതോട് 0 ഇതുവരെ ഒന്നുമില്ല. കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്, എനിക്കറിയാം. ഇല്ലടോ, ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കുമ്പോണ്ടല്ല എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. അല്ല, ആ കേസിന്റെ പിന്നില് എന്തെങ്കിലും ഗൂഢാലോചന, എന്തെങ്കിലും ആരെങ്കിലും കളിച്ചതാണെന്ന്? അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഞാൻ ആക്ച്വലി ഇതൊന്നും ബോധർ ചെയ്യുന്ന ആളല്ല. എന്റെ സംബന്ധിച്ച് ഇതൊന്നും രോമത്തൂര് ഇട്ടിട്ടില്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. എനിക്ക് അന്ന് കേസ് വരുന്ന സമയത്ത് 90 കിലോ ആയിരുന്നു. ഇന്നും 90 കിലോ 6 പാക്ക് ഉണ്ട്. അയ്യോ, ഇതുപോലെ ഉണ്ടായിട്ട് ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. പാത്തച്ഛൻ പറയുന്നു. എനിക്കതൊന്നും വലിയ പ്രശ്നമൊന്നും ഏറ്റിട്ടില്ല. ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു ശരീരം വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഇപ്പോ കേസ് വന്നപ്പോ ആരുടെ പേരിൽ കേസ് കൊടുക്കാന്നുള്ള സിറ്റുവേഷനാണ് ഇപ്പൊ പോയിട്ടിരിക്കുന്നത്. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. എന്നെ സംബന്ധിച്ചത് ഏറ്റിട്ടില്ല. അത് വിഷയമല്ല. ഐ ഡോണ്ട് കെയർ. കല്ലുവലി, നോ പ്രോബ്ലം. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടറ നിനക്ക് ആഭാസൻ. ഞാന് തെറ്റിയാത്ത കാലം വരെയും ഞാൻ അറിവുണ്ട്. തെറ്റിയത് ഞാൻ നിങ്ങൾക്കൊന്നും മാപ്പും പറയും. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റി പറഞ്ഞതാണ്. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. കഷ്ടം. എന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി. ഐ ഡോണ്ട് കെയർ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. മടിയിൽ കാണാനുള്ളവർക്ക് പേടിക്കേണ്ടത്. അതെ, നമ്മുടെ സാറ് പറഞ്ഞ സഖാവ് പറഞ്ഞ മടിയിൽ കാണാനുള്ളവനെ പേടിക്കാണ്. എനിക്ക് പേടിയില്ല. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? കൊഞ്ച് കൂടിയിട്ടുണ്ട് ഇപ്പോ. നീ എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.